ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഡെസ്കിലൊക്കെ മേക്ക് ഓവർ ചെയ്യുന്ന ഒരു എന്താ പറയുക, നമ്മുടെ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സാധാ കാർഡ്ബോർഡ് യൂസ് ചെയ്താലും മതി. കുറച്ചും കൂടി വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോം ബോർഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് കുറച്ച് റേറ്റുള്ള സംഭവമാണ്, പക്ഷേ എൻ്റെ അടുത്തൊരു പീസ് ബാലൻസ് വന്നിരുന്നു വർക്ക് ചെയ്ത സമയത്ത്. അപ്പോൾ ആ ബാലൻസ് വന്ന ഷീറ്റ് വേറൊരു വർക്കിന് ഉപയോഗിക്കാം. പക്ഷേ എന്തോന്ന് തോന്നി, എനിക്ക് ഒരു ഓർഗനൈസറിൻ്റെ ആവശ്യമുണ്ട് തോന്നി, ജസ്റ്റ് ഒരു എന്താ പറയുക ഭംഗിക്ക് വേണ്ടിയിട്ട്. സോ അത് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ഷേപ്പിൽ, എൻ്റെ മനസ്സിലൊരു ഷേപ്പൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ ഞാൻ ചെയ്തു വന്നപ്പോൾ ആ ഷേപ്പൊന്നൊക്കെ മാറിയിട്ട് വേറെ ഷേപ്പാക്കി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങളതിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഈ ഫോം ബോർഡ് യൂസ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യണത് ഞാൻ കേട്ടോ. കാർഡ് ബോർഡ് വെച്ചിട്ട് യൂസ് ചെയ്യാം, പക്ഷേ കാർഡ് ബോർഡ് വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളതിനൊരു എക്സ്ട്രാ ഫുൾ കവർ ചെയ്യണം. കാരണം കാർഡ് ബോർഡ് പറഞ്ഞാൽ കുറച്ച് ഭംഗിയില്ലാത്ത സാധനമല്ലേ, അപ്പോൾ അതിന് ഫുള്ള് പേപ്പർ കൊണ്ട് കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ ഫോം ബോർഡ് ആകുമ്പോൾ ആ പ്രശ്നമല്ല, ജസ്റ്റ് നല്ല പ്യുവർ വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ കവർ ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ കവർ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് പോർഷനിൽ വരുന്നതിന് ചെറിയൊരു ഭാഗത്ത് മാത്രം ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു റോ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇനിയും റോസ് കൊടുക്കണം എന്നാണ് വിചാരിച്ചത്, പക്ഷേ എൻ്റെ അടുത്ത് അതിനുള്ള ഫോം ബോർഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു പെൻ ഹോൾഡറും അതിൽ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതാണ് ഞാൻ ലാസ്റ്റ് അതിലേക്ക് ഞാൻ വന്നു. ഞാനിങ്ങനെയൊന്നല്ല വിചാരിച്ചിരുന്നത് മനസ്സിലായി കേട്ടോ. പക്ഷേ എന്താ ചെയ്യുക, നമ്മൾ വിചാരിച്ചതെന്നല്ലല്ലോ നടക്കാറ് പതിവ്. ഓരോ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുമ്പോഴും നമുക്കതിൻ്റെ ചിലപ്പോൾ ഓപ്പോസിറ്റോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരിക്കും നമുക്ക് കിട്ടണ്ടാവുക. ഒരിക്കലും നമ്മൾ വിചാരിച്ച സംഭവം തന്നെ നമുക്ക് കിട്ടണമെന്നൊരു നിർബന്ധമില്ലല്ലോ. അപ്പോൾ അതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഇതുണ്ടാക്കുമ്പോഴും എനിക്ക്. പക്ഷേ എന്തായാലും ഞാൻ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ്. അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. നമുക്ക് എന്ത് തിരിച്ച് കിട്ടുകയാണെങ്കിലും നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അതിൽ നമ്മൾ വേറെ പ്രശ്നമായിട്ട് കാണരുത്. അതിൽ നമ്മൾ എപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ചെറിയൊരു ബോക്സ് പോലെ കൊടുക്കാം. അതിലെന്തെങ്കിലുമൊക്കെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഇട്ടേക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ പോർഷനിലും കൊടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ലാസ്റ്റ് ഇവിടെ വെച്ചിട്ടൊരു എന്താ പറയുക സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ജസ്റ്റ് എന്താ പറയുക ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുന്ന കുറച്ചൊരു പേപ്പറാണ്. അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ജേർണലിങ് ചെയ്യുന്ന ചെറിയ ബുക്സും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഓർഗനൈസർ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ മൂൺ ലൈറ്റ് ഞാൻ അവിടെ വെച്ചു. അത് വെക്കാനുള്ള സ്റ്റാൻഡും അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ നമുക്ക് കുറച്ച് പെൻസ് നമ്മൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. കാണാത്തവരാണെങ്കിൽ അത് കാണാം. അപ്പോൾ അതിന് എൻ്റെ മോൻ വന്ന്, പക്ഷെ പ്രശ്നമൊന്നുമില്ല, അവർ ഞാൻ ഒതുക്കി വിട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് പെൻസും കാര്യങ്ങളൊക്കെ മേടിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവരാണെങ്കിൽ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനതിലേക്ക് വെച്ച്, പിന്നെ ഒരു ബൊമ്മക്കുട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാനൊന്ന് സ്റ്റൈൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മോനും ഓക്കെ എന്നൊക്കെ പറഞ്ഞു, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഒന്നും കൂടി അതിൻ്റെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ബൊമ്മക്കുട്ടിനെ എടുത്തിട്ട് ആ ബാസ്ക്കറ്റിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ കുറച്ച് വേറെ നമ്മുടെ വാഷി ടേപ്സും കാര്യങ്ങളൊക്കെ, അതൊക്കെ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അതുകൊണ്ട് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പുതിയ ഫ്ലവർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് നേരം പോലെ നല്ലൊരു വൈബിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ അടുത്ത വീഡിയോനുള്ള ത്വര. ഓക്കെ, സോ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ ബൈ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്. നല്ലൊരു പൊളപ്പൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ വൈകാതെ തന്നെ ഞാനത് അപ്ലോഡ് ചെയ്യാം. സോ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ, ബൈ, സീ യു.